ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സഞ്ചാരി അമ്മി യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ, ഒമാൻ വ്ളോഗിൻ്റെ. ഈ പോകുന്നത് കന്തബ് ബീച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അത് കഴിഞ്ഞ് നമ്മൾ സ്ട്രെയിറ്റ് ടു ദുബായ്. മസ്കറ്റിൻ്റെ നഗര ശബ്ദങ്ങളിൽ നിന്ന് അകന്ന് പ്രകൃതിയുടെ ശാന്തതയിലേക്ക് ഒരു ചെറിയ യാത്ര. മസ്കറ്റിൽ നിന്ന് ഏകദേശം ഒരു 25-30 കിലോമീറ്റർ ദൂരമുണ്ട് കന്തബ് ബീച്ചിലേക്ക്. മലകളും കടലും തമ്മിൽ ചേർന്ന് കിടക്കുന്ന ഒരു നഗരം, ചരിത്രവും സമകാലികതയും ഒരുമിച്ച് ശ്വസിക്കുന്ന ഒരു സ്ഥലം. അതാണ് മസ്കറ്റ്, ഒമാൻ്റെ ഹൃദയം, യാത്രക്കാരുടെ സ്വപ്നം. മസ്കറ്റ് ഒരു യാത്ര മാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കേണ്ട ഒരു അനുഭവമാണ്. നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് സുൽത്താൻ കാബൂസ് റൂട്ടിൽ കൂടെയാണ്. അങ്ങ് ദൂരെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒമാൻ്റെ ഫ്ലാഗ് കാറ്റത്ത് അങ്ങനെ പാറി പറക്കുന്നത് കാണാം. കണ്ടില്ലേ? മസ്കറ്റിലെ പ്രധാന റോഡായ സുൽത്താൻ കാബൂസ് റോഡിൽ കാണുന്ന ഈ വലിയ ഒമാൻ്റെ ദേശീയ പതാക നഗരത്തിൻ്റെ ഒരു ഐക്കോണിക് ലാൻഡ്മാർക്ക് കൂടിയാണ്. ഈ കാണുന്നതാണ് അൽ ഖുറം മോസ്ക്. മനോഹരമായ ഇസ്ലാമിക് ആർക്കിടെക്ചറുള്ള ഒരു പ്രധാന മസ്ജിദ്. മലകൾക്കിടയിലൂടെ വളഞ്ഞു വളഞ്ഞു പോകുന്ന റോഡ്, ഓരോ വളവും പുതിയ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഭാഗത്ത് കൂടെയൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ചില യാത്രകൾ ദൂരം കൊണ്ടല്ല, അനുഭവം കൊണ്ടാണ് മനോഹരമാകുന്നത്. മസ്കറ്റ് മുതൽ കന്തബ് ബീച്ച് വരെ അത് അത്തരത്തിലുള്ള ഒരു യാത്രയാണ് സമ്മാനിക്കുന്നത്. ഓരോ റോഡും മലകളിലൂടെ കടന്നു പോകുന്നു. ഓരോ കാഴ്ചയും ഒരു പോസ്റ്റ് കാർഡ് പോലെ മനോഹരം.
അങ്ങനെ ഫൈനലി നമ്മൾ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. മസ്കറ്റിൻ്റെ പ്രാന്ത പ്രദേശത്തുള്ള ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമമാണ് കന്തബ്. ഇപ്പോഴും ഇതൊരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രവും ഹൈക്കിങ്ങിന് പേര് കേട്ടതുമാണ്. ഇവിടെ എത്തിച്ചേരാൻ എളുപ്പമല്ലാത്തതും എന്നാൽ അതിശയകരമായ കാഴ്ചകൾ നൽകുന്നതുമായ സ്ഥലങ്ങളുണ്ട്. 9-ാം നൂറ്റാണ്ടിലെ ഒരു വ്യാപാര കപ്പലിൻ്റെ മാതൃകയായ ജ്വൽ ഓഫ് മസ്കറ്റ് എന്ന് പറയുന്ന ഒരു ഇവിടെ കന്തബിലെ ഒരു കപ്പൽ നിർമ്മാണ യാർഡിലാണ് നിർമ്മിച്ചത്. മസ്കറ്റിലെ ഒരു ഗ്രാമമാണ് കന്തബ്. ഇത് നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഒമാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. സാധാരണ ബീച്ചുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ബീച്ചാണ് ഇവിടെ. ഇവിടെ അധികവും പാറക്കൂട്ടമാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ചെറിയ പാറകളും ഉരുളൻ കല്ലുകളും ഉള്ള ഇവിടെ മണൽ നിറഞ്ഞതല്ല. പാറക്കെട്ടുകളുടെ പശ്ചാത്തലവും തെളിഞ്ഞ പച്ച കലർന്ന വെള്ളവുമുള്ള ഈ ചെറിയ മണൽ നിറഞ്ഞ കടൽ പ്രത്യേകിച്ച് സൂര്യോദയ സമയത്തും സൂര്യാസ്തമയ സമയത്തും ഫോട്ടോ എടുക്കാൻ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ലൊക്കേഷനായിരിക്കും.
കന്തം ബീച്ചിൽ ബോട്ട് റൈഡ് അവൈലബിൾ ആണ്. ഈ ബോട്ട് റൈഡ് ഇവിടുത്തെ ഒരു വൺ ഓഫ് ദി മസ്റ്റ് ഡു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ബോട്ട് എടുത്തിട്ട് നമുക്ക് കടലിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഉള്ളിലെ ചെറിയ ചെറിയ കേവൊക്കെ ഇത് ബോട്ട് റൈഡ് എടുത്ത് വന്നാൽ കാണാൻ പറ്റും. അപ്പോൾ 2 തരം ബോട്ടുണ്ട്. ഒന്ന് ട്രഡീഷണൽ ഒമാനിതും പിന്നെ സ്മോൾ മോട്ടോർ ബോട്ട്സും ഉണ്ട്. അപ്പോൾ ഈ ലോക്കൽ ഫിഷർമാൻ ഉപയോഗിക്കുന്ന ബോട്ട് തന്നെയാണ് ഇത്. അപ്പോൾ നമുക്കിത് കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഹയർ ചെയ്യാം. ലൈക്ക് 30 മിനിറ്റ്സ് 1 അവർ. നമ്മളെടുത്തത് 1 അവറിലേക്ക് വേണ്ടിയിട്ടാണ്. 25 ദിറംസാണ് നമ്മൾ ഒരാളുടെ അടുത്തു നിന്ന് മേടിച്ചത്. പാറക്കെട്ടുകൾ, ടർക്കോയ്സ് കളറിലുള്ള വെള്ളം, പരമ്പരാഗത മത്സ്യബന്ധന ജീവിതശൈലി എന്നിവ നിങ്ങൾക്ക് ഇവിടെ വന്ന് അടുത്ത് കാണാൻ കഴിയും. ഫോട്ടോഗ്രാഫിക്ക് ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും അനുയോജ്യമായ, പ്രത്യേകിച്ച് സൂര്യോദയ സമയവും സൂര്യാസ്തമയ സമയത്തൊക്കെ ഭയങ്കര അടിപൊളി വ്യൂ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് മത്സ്യങ്ങളും ഞണ്ടുകളും പോലെയുള്ള ചെറിയ സമുദ്രജീവികളെ കാണാൻ പറ്റും. ചില ഭാഗത്തൊക്കെ ഇതിൻ്റെ ആഴം എന്ന് പറയുന്നത് വളരെ ചെറുതായിരുന്നു കേട്ടോ. ഇവിടെ ഈ ബോട്ട് റൈഡിന് പോകാൻ പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നത് രാവിലെ 7-ൻ്റെയും 10 മണിയുടെയും ഇടയിലാണ്. അല്ലെങ്കിൽ ഈവനിങ് സൺസെറ്റിൻ്റെ സമയത്ത് ലൈക്ക് 4 to 6 PM വരെ. ആ സമയത്തും ബെസ്റ്റ് ടൈമാണ് ബോട്ട് റൈഡിന്. ബോട്ട് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഡയറക്റ്റ് വന്നിട്ട് ബോട്ട് ഹയർ ചെയ്യാം. ഈ കാണുന്നതാണ് ബദർ അൽ ജിസ ആർച്ച് എന്ന് അറിയപ്പെടുന്നത്. കാറ്റിൽ നിന്നും കടലിൽ നിന്നുമുള്ള മണ്ണൊലിപ്പ് മൂലം രൂപം കൊണ്ട പ്രകൃതിദത്തമായ ഒരു ലൈംസ്റ്റോൺ റോക്കാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് ഷാങ്കറില അൽ ഹുസൻ ഹോട്ടൽ.
ബോട്ട് റൈഡിൻ്റെ ഇടയിൽ ചെറിയ ഒരു ഫോട്ടോഗ്രാഫി സെക്ഷന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഇവിടെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ മൊസൻ്റൊക്കെ പോയ ഒരു ഫീല്. പക്ഷേ എനിക്ക് തോന്നുന്നു മൊസൻ്റ ആണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. ചെറിയ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി സീനിക് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പച്ച വെള്ളമൊക്കെ ആയിട്ട് അടിപൊളി ലൊക്കേഷൻ. ഫൈനലി ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു കുന്ന് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഹൈക്കിങ് ചെയ്യാം കേട്ടോ. അത്ര വലിയ കാര്യമായിട്ടുള്ളതൊന്നുമല്ല, ചെറുതാണ്. പക്ഷെ അത് കയറുമ്പോൾ ശ്രദ്ധിച്ച് കയറിയില്ലെങ്കിൽ നേരെ താഴെ കിടക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ് കേട്ടോ ഇത്. കയറി കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു മാസ്മരികത മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒമാനിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇടാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ കന്തബ് ബീച്ച്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് ജോളിയാക്കിയിട്ട് പോകാം. ഇവിടെ റെസ്റ്റോറൻറ്റുകളും അങ്ങനെയൊക്കെ കുറച്ച് സൗകര്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് വെള്ളം, സ്നാക്സ്, അങ്ങനെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കരുതുന്നതായിരിക്കും നല്ലത്. പിന്നെ ബോട്ട് റൈഡിനുള്ള പൈസ ക്യാഷായിട്ട് തന്നെ കയ്യിൽ കരുതുന്നതാണ് നല്ലത്. ഇവിടെ ക്രെഡിറ്റ് കാർഡൊന്നും എടുക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.